നാളെ ഇവിടെ നിൽക്കുന്ന എല്ലാ സ്വഹാബാക്കളോടും ഒരു കാര്യം പറയുവാൻ വേണ്ടി ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അതെന്ത് കാര്യമാണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ സമയത്ത് ലോകത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ തങ്ങളോട് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. എന്താണ് ആ കാര്യം? ഇന്നലെ ഞാൻ നിങ്ങളോടൊപ്പം ഇൽമുകൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബായ എന്റെ കാര്യങ്ങളെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നുകൊണ്ടിരുന്നപ്പോ, പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോ കുറച്ചാളുകൾ അകലെ മാറി നിന്നുകൊണ്ട് സംസാരിക്കുന്നതായി ഞാൻ കണ്ടു. ഇനി അവർ ആരെങ്കിലും ഒരാളെങ്കിലും ഇതുപോലെ മാറി നിന്നുകൊണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇൽമിന്റെ സദസ്സിലേക്ക് അടുത്തിരിക്കാതെ പിന്നോക്കമായിട്ട് നിൽക്കുകയോ ചെയ്താൽ അവരെ വിശുദ്ധമാക്കപ്പെട്ട സദസ്സിലേക്ക് നീ വിളിച്ചുകൊണ്ടിരുത്തണം എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളോട് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാതയിൽ കൂടിയാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കേണ്ടത്. അതല്ലേ ഇവിടെയുള്ള യുവാക്കള് സ്വലാത്ത് വാർഷികത്തോട് അനുബന്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി തന്നെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഹുമാനമുള്ളവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേർക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിന് കിട്ടുന്ന കൂലി ഒരു ദിവസം വാള പറഞ്ഞാലും തീരാത്ത അത്രത്തോളമുണ്ട്. എന്നാൽ നമുക്കറിയുമോ, ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ക്യാപ്റ്റന്മാരായ 4 മാലാഖമാര് കടന്നു വരികയാണ്. ആരാതുള്ളൊരു പനിനീര നബിയോരിൽ കരന്താര മലക്കുകൾ പറഞ്ഞതാ ഇതാ ജോറായി ഉടനെ നബിയോത്ത് പറഞ്ഞതാ നബിയോടായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ആരാണ് കടന്നു വരുന്നത് എന്നറിയോ? 4 ക്യാപ്റ്റന്മാരായ മലായിക്കത്തുകളാണ്. അത്താനി ജിബ്രായീൽ വമീകായീൽ വഇസ്റാഫീൽ വഅസ്റായീൽ. ഇങ്ങനെ 4 ക്യാപ്റ്റന്മാരായ മാലാഖമാർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് ഒന്നാമതായിട്ട് വന്ന ആള് പറയാൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ് മൻ സ്വല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മററാത്ത് അന ആഖുദും ബിയദിഹി വഅമറുഹു അലസ്സിറാത്തി കൽ ബർഖിൽ ഖാതിം. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, മൻ സ്വല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മററാത്ത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലേ, ആരെങ്കിലും അങ്ങയുടെ മേലിൽ ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ അന ആഖുദും ബിയദിഹി വഅമറുഹു അലസ്സിറാത്തി കൽ ബർഖിൽ ഖാതിഫി. നമ്മളൊക്കെ ഏത് സമയത്ത് ദുആ ചെയ്യുമ്പോൾ വളരെ ആവേശത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറില്ലേ? അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, ആ പാലം മിന്നലെ വേഗത്തിലൊന്ന് കടക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. എല്ലാവരും നല്ലതുപോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതാണ്, അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലം മിന്നൽ വേഗത്തിലൊന്ന് കടക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ. എന്നാൽ എന്റെ ബഹുമാനമുള്ളവരെ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഈ ഒരു കൂലി നമുക്ക് കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്.
അങ്ങനെ അവന്റെ കൈ ഞാൻ അങ്ങ് പിടിക്കും. എന്ന് പറയുന്ന പാലം മിന്നൽ വേഗത്തിൽ അവന്റെ കൈയും പിടിച്ചുകൊണ്ട് ഞാൻ കടന്നു പോകും നബിയേ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. രണ്ടാമത്തെ മലക്ക് വരികയാണ്. ചുരുക്കി പറയുകയാണ്, രണ്ടാമത്തെ മലക്ക് വന്നുകൊണ്ട് പറയുന്നു ആരാണ്? വഖാല മീകാഈൽ, ബഹുമാനപ്പെട്ട മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അന അസ്ഖീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്. ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പറയുന്നു നബിയേ, അന അസ്ഖീഹി മിൻ ഹൗലിക. ആരെങ്കിലും ഒരാൾ ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ അങ്ങയുടെ മേൽ ആഗ്രഹത്തോടു കൂടി ഇരുന്നു കൊണ്ട്, സന്തോഷത്തോടു കൂടി ഇരുന്നു കൊണ്ട്, അവന്റെ മനസ്സിന്റെ മനോമുഖരത്തിലുള്ള മായാത്ത ചിന്തയല്ല, അല്ലാഹുവിന്റെ ഹബീബായ റസൂലേ അങ്ങയോട് പങ്കുവെച്ചുകൊണ്ട് ആരെങ്കിലും ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ അന അസ്ഖീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നേരം വെളുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനിയങ്ങ് മുഴങ്ങി കഴിയുമ്പോ നല്ലതുപോലെ നേരം വെളുത്തൊന്ന് കിട്ടാൻ വേണ്ടി കാത്തിരുന്നിട്ടോ ചാടി എഴുന്നേൽക്കുന്ന ചെറുപ്പക്കാരാ, നിനക്കെന്തുകൊണ്ടാണ് വിധങ്ങളുടെ വേറൊരു 10 സ്വലാത്ത് ചൊല്ലാ നിനക്ക് കഴിയാതെ പോകുന്നത് മുസ്ലിമേ? ഇന്നെന്റെ പ്രിയമുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള മറ്റുള്ള ആളുകളെ കുറിച്ച് കുറ്റം പറയാനും, അവന്റെ ഭക്ഷമാംസം കൊത്തിവലിക്കാനും, അവനെ ഇല്ലാത്തതും കൊല്ലാത്തതുമായ കാര്യങ്ങൾ പറയാനും നിന്റെ നാവിന് എത്രയോ താക്കത്തുണ്ടെങ്കിലോ എന്റെ പ്രിയമുള്ള സഹോദരാ, നേരം വെളുത്തുക അതാ പരിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനിയങ്ങ് മുഴങ്ങുമ്പോ നീ ചിന്തിക്കുന്നതെന്താ? ഇന്ന് മറ്റേ സിനിമ കാണുമല്ലോ, മറ്റു സിനിമ കാണുമല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോരോ ദിവസങ്ങളിലോ നിന്റെ സമയങ്ങൾ ഇങ്ങനെ തള്ളി നീക്കിയിട്ടോ ആ സിനിമ നീ കണ്ടുകൊണ്ട് വന്നിട്ടോ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വിളിച്ചെത്തിയിട്ട് ആ സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, നീ ചിന്തിച്ചോ അവിടെ നിന്റെ നാക്കുകൊണ്ട് ചെയ്തു പോയ പ്രവർത്തനം എന്താ? അത് തെറ്റിന്റെ പാതയല്ലേ ഈ വാക്കളെ? എന്നാ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട മീകാഈൽ വന്നുകൊണ്ട് പറയാ, ആരെങ്കിലും ഒരാൾ ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ അന അസ്ഖീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്. ഒരാൾ ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളോട് പറയുകയാണ്, അവന് അങ്ങയുടെ ഹൗലുൽ കൗസറിൽ നിന്ന് ഞാൻ അവിടുത്തെ സുന്ദരമാക്കപ്പെട്ട പാനീയം ഞാൻ കുടിപ്പിക്കും നബിയെ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ചിന്തിച്ചു നോക്കി സഹോദരങ്ങള്, ചിന്തിച്ചു നോക്കി. എത്രയോ സമയങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളും ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയങ്ങൾ നമ്മൾ തള്ളി നീക്കുമ്പോൾ ഒരു നിമിഷം നാം ഒന്ന് ചിന്തിക്കണം. ഒരു ദിവസം ഒരാൾ 10 സ്വലാത്ത് ചൊല്ലിയാൽ ഈ പറയാൻ പോകുന്ന കൂലിയെല്ലാം അവനിക്ക് കിട്ടുമെങ്കിൽ അത് എനിക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ എന്നൊരു ചിന്ത വെച്ചുകൊണ്ട് ഒരു ദിവസം 10 സ്വലാത്ത് ഒന്ന് ചൊല്ലുവാൻ നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് ഒന്ന് സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ ആഗ്രഹം വെച്ചുകൊണ്ട് എന്റെ ബഹുമാനമുള്ളവരെ ദിവസം ഒരു 10 സ്വലാത്ത് ചൊല്ലുക. പുഞ്ചേരി പൂനീല പൂമുല്ല രാജ അകതിൽ നിലാവത്ത സുന്ദര പൂവ ആറ്റേലാം കാരുണ്യ സയ്യിദ് പൂവിനെ കാണുന്നതെന്നാണ്
ഹൃദയം പുൽകുന്നതെന്നാണ്